പള്ളിപ്പുറം മഞ്ഞുമാതാ ബസിലിക്ക KCYM-ൻ്റെയും പറവൂർ ഡോൺ ബോസ്കോ ആശുപത്രിയുടെയും ആഭിമുഖ്യത്തിൽ മെഡിക്കൽ ക്യാമ്പ് നടത്തി. പാരിഷ് ഹാളിൽ നടന്ന ക്യാമ്പ് മുനമ്പം CI M. വിശ്വംഭരൻ ഉദ്ഘാടനം ചെയ്തു. മഞ്ഞുമാതാ ബസിലിക്ക റെക്ടർ റവറൻഡ് ഡോക്ടർ ആന്റണി കുരിശിങ്കൽ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് രമണി അജയൻ, റവറൻഡ് ഫാദർ ക്ലാഡിൻ ബിവേര, ഫാദർ ജോമിറ്റ് നടുവിലപ്പറമ്പിൽ, ഫാദർ ടോണി ഫിലിപ്പിൻ ഹീറോ, ജോസ് കുറുപ്പശ്ശേരി, ഗോഡ്വിൻ ഡി സിൽവ, പ്രിൻസ് പനക്കപ്പറമ്പിൽ, മുരളീധരൻ എന്നിവർ പ്രസംഗിച്ചു. ഡോക്ടർ പോൾ ആന്റണി, ഡോക്ടർ നിഖിൽ മാത്യു, ഡോക്ടർ സൂരജ് മേനോൻ, ഡോക്ടർ നിഷനൻ ഗേതു എന്നിവർ ക്യാമ്പ് നയിച്ചു. 300ഓളം പേർ ക്യാമ്പിൽ പങ്കെടുത്തു. നമ്മുടെ ആശുപത്രിയിലേക്ക് കൂടുതലും പല ക്ലിനിക്കുകളിൽ നിന്നോ ചെറിയ ക്ലിനിക്കുകളിൽ നിന്നോ റെഫർ ചെയ്ത് വരും. അപ്പം റെഫർ ചെയ്ത് ഹൃദയാഘാതമായിട്ട് ഒരു രോഗീനെ ആശുപത്രിയിൽ കൊണ്ടുവന്നാൽ അടുത്ത സ്റ്റെപ്പ് എന്ത് ചെയ്യണമെന്നതിനെ കുറിച്ച് ചിന്തിക്കാനായിട്ടോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് തീരുമാനം എടുക്കുന്ന പവറുള്ള ആൾക്കാർ ആ രോഗിയുടെ കൂടെ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഉദാഹരണത്തിന് ഒരു വീടിൻ്റെ കുടുംബനാഥൻ അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, ഗ്രാൻഡ് ഫാദർ അവരൊന്നും ചിലപ്പോൾ കൂടെ ഉണ്ടാവണമെന്നില്ല. ചിലപ്പോൾ സുഹൃത്തുക്കളായിരിക്കാം, ജോലി ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. അങ്ങനെയുള്ള ആൾക്കാരായിരിക്കും യൂഷ്വലി ഹൃദയാഘാതം സംഭവിച്ച ആൾക്കാർ ആശുപത്രിയിൽ കൊണ്ടുവരും. അപ്പോൾ ഹൃദയാഘാതമായിട്ടൊരു രോഗിയെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഡോക്ടർമാർ അവിടെ വന്ന് ECG എടുക്കാൻ പറയും, അല്ലെങ്കിൽ എന്തെങ്കിലും കൂടുതൽ ഹൃദയത്തിന് ദോഷം ഉണ്ടാവാതിരിക്കാനുള്ള ടെസ്റ്റുകൾ ചെയ്യണമെന്ന് പറയും, അല്ലെങ്കിൽ ആളുടെ ജീവൻ രക്ഷിക്കാനുള്ള പ്രൊസീജിയർ, ആൻജിയോപ്ലാസ്റ്റി അല്ലെങ്കിൽ ബൈപ്പാസ് അങ്ങനെയുള്ള പ്രൊസീജിയർ ചെയ്യണമെന്ന് നമ്മൾ പറയും. അപ്പോൾ ഈ സമയങ്ങളിൽ ഈ ക്രൂഷ്യൽ ഡിസിഷൻ എടുക്കേണ്ട ആൾ നമ്മുടെ കൂടെ ഇല്ലാതെ വരുമ്പോൾ ആ ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിന് ഡിലേ വരും. നമുക്ക് ബാക്കിയുള്ള അവയവം പോലെ അല്ല ഹൃദയം എന്ന് പറഞ്ഞ അവയവം നമ്മൾ ജനിച്ച സമയം മുതൽ ഈ നിമിഷം വരെ അടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവയവമാണ്. അപ്പോൾ നമുക്കറിയാം, കുറച്ച് നേരം അതിന് രക്തോട്ടം കുറയുകയോ അല്ലെങ്കിൽ അതിന് ഒരു ഹൃദയാഘാതം വന്നിട്ട് നമുക്ക് ട്രീറ്റ്മെൻറ്റ് എടുക്കാതിരിക്കുകയോ ചെയ്താൽ ഹൃദയത്തിന് സാരമായിട്ടുള്ള ഡാമേജസ് സംഭവിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതിന് നമ്മൾ വിൻഡോ പീരീഡ് എന്ന് പറയും. അതായത് നമുക്ക് ആ നെഞ്ചുവേദന അല്ലെങ്കിൽ ശ്വാസം മുട്ട് അങ്ങനെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങിയിട്ട് നമ്മുടെ ആ മൊമെന്റ് വരെയുള്ള സമയത്തിനാണ് നമ്മൾ വിൻഡോ പീരീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിൻഡോ പീരീഡിനുള്ളിൽ നമ്മൾ വേണ്ട ചികിത്സ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഹൃദയത്തിന് സാരമായിട്ടുള്ള ഡാമേജസ് സംഭവിക്കാം. അപ്പോൾ ഇതിൻ്റെ കോംപ്ലിക്കേഷൻസ് ആയിട്ട് ആൾക്കാർക്ക് ഹാർട്ട് ഫെയിലിയറിലേക്ക് പോവുകയോ അല്ലെങ്കിൽ പമ്പിങ് ഫെയിലിയറിലേക്ക് പോവുകയോ അങ്ങനെയുള്ള അവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു വന്നേക്കാം. ഇനി എന്തൊക്കെ അസുഖങ്ങളാണ് അല്ലെങ്കിൽ എന്തൊക്കെയാണ് ഒരാളുടെ റിസ്ക് ഫാക്ടേഴ്സ് ഹൃദയാഘാതം വരാനുള്ളത്? റിസ്ക് ഫാക്ടേഴ്സ് അല്ലെങ്കിൽ ഇത് മലയാളത്തിൽ എന്താ പറയുക, നമ്മുടെ ഒരു ഈ അസുഖം വരാൻ സാധ്യതയുള്ള മറ്റു ഘടകങ്ങൾ അതെന്തൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് 2 രീതിയിൽ തരംതിരിക്കാം. ഒന്ന് മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്, 2 നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ്. അപ്പം ഞാൻ ആദ്യം നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയാം. എന്താണെന്ന് പറയാം. നോൺ മോഡിഫയബിൾ എന്ന് പറഞ്ഞാൽ നമുക്കതിനെ ആൾട്ടർനേറ്റ് ചെയ്യാൻ പറ്റില്ല. ഉദാഹരണത്തിന് നമ്മുടെ പ്രായം എന്ന് പറഞ്ഞ ഘടകം കൂടിക്കൊണ്ടേയിരിക്കുള്ളൂ, അതൊരിക്കലും കുറയില്ല. അപ്പം അത് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റാത്ത ഒരു ഘടകമാണ്. പിന്നത്തെ ഘടകമാണ് നമ്മുടെ സെക്സ്. അത് മെയിൽ സെക്സ് ആണെങ്കിൽ ഹൃദയാഘാതം വരാനുള്ള പ്രോബബിലിറ്റി ഫീമെയിൽ സെക്സിനേക്കാൾ കൂടുതലാണ്. കാരണം ഫീമെയിൽ സെക്സിന് ഈസ്ട്രജൻ ഹോർമോൺ ഉണ്ട്, അത് കാർഡിയോ പ്രൊട്ടക്റ്റീവാണ്. അപ്പം കൂടുതലും ആണുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത ഫീമെയിൽസിനേക്കാളും കൂടുതലാണ്. ഇനി മൂന്നാമത്തെ നോൺ മോഡിഫയബിൾ ഘടകമാണ് നമ്മുടെ പാരമ്പര്യം. നമ്മുടെ ആരുടെയെങ്കിലും അച്ഛനോ അമ്മയ്ക്കോ അല്ലെങ്കിൽ നമ്മുടെ ഉറ്റ സഹോദരന്മാർക്കോ ഹൃദയാഘാതം ഉണ്ടെങ്കിൽ നമുക്കും വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഈ 3 ഘടകങ്ങൾ നോൺ മോഡിഫയബിൾ റിസ്ക് ഫാക്ടേഴ്സാണ്. നമുക്ക് അതിനകത്ത് ഒന്നും ചെയ്യാൻ പറ്റില്ല. എന്നാൽ മോഡിഫൈഡ് റിസ്ക് ഫാക്ടേഴ്സ് ആയിട്ടുള്ള കുറച്ച് ഘടകങ്ങളുണ്ട്. ഉദാഹരണത്തിന് ഷുഗർ എന്ന് പറഞ്ഞാൽ ഷുഗറിൻ്റെ പ്രായം. നമുക്കൊരു പ്രായമുള്ളത് പോലെ ഷുഗറിനൊരു പ്രായമുണ്ട്. അതായത് എത്ര വർഷമായിട്ട് ഞാൻ ഷുഗർ രോഗിയാണ്. നമ്മളെപ്പോഴും രോഗികളോട് ചോദിക്കും, ഷുഗർ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ രോഗികൾ കുറേ നമ്പറുകൾ പറയും. അതായത് അന്ന് നോക്കിയപ്പോൾ ഷുഗർ എങ്ങനെയായിരുന്നു, പിന്നെ എങ്ങനെയാണ്, ആ നമ്പറുകളിലല്ല കാര്യം. ഷുഗർ എന്ന
ഷുഗറിൻ്റെ പ്രായം. ചില ആൾക്കാർക്ക് 5 വർഷമായിരിക്കാം, ചില ആൾക്കാർക്ക് 10 വർഷമായിരിക്കാം, ചില ആൾക്കാർക്ക് 20 വർഷമായിരിക്കാം. ആ ഷുഗറിൻ്റെ പ്രായം ഈ രോഗത്തിന് നിർണ്ണയിക്കാനുള്ള സാധ്യതയുണ്ട്. പിന്നെ കൊളസ്ട്രോള്, പ്രഷർ, നിയന്ത്രിക്കാൻ സാധ്യതയില്ലാത്ത പ്രഷർ, പിന്നെ നമ്മുടെ ശീലങ്ങൾ, പുകയില ഉൽപ്പന്നങ്ങൾ, സ്മോക്കിംഗ്, മദ്യപാനം, ഇതെല്ലാം ഈ അസുഖത്തിലേക്ക് പെട്ടെന്ന് നമ്മളെ നയിക്കുന്ന ഘടകങ്ങളാണ്. അപ്പോൾ ഈ നോൺ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ മോഡിഫൈബിൾ റിസ്ക് ഫാക്ടേഴ്സ് നമുക്ക് പലതും ചെയ്യാൻ സാധിക്കും. നമുക്കൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ഡോക്ടറിനെ കണ്ട് നമുക്ക് ഷുഗറിനെ നിയന്ത്രിച്ച് വെക്കാം, പ്രഷർ നിയന്ത്രിച്ച് വെക്കാം, കൊളസ്ട്രോൾ നിയന്ത്രിച്ച് വെക്കാം. അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. ഇനി അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം? അസുഖം വന്നാന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ അറിയാം? നമുക്കറിയാം 90% ആൾക്കാർക്കും നമ്മളെ സിനിമകളിലൊക്കെ കാണുന്ന പോലെ നെഞ്ചുവേദന വന്ന് കുഴഞ്ഞു വീണ് ഉടനെ ആശുപത്രി കൊണ്ടുപോകുന്നൊരു സിറ്റുവേഷൻ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. 90% ആൾക്കാർക്ക് നെഞ്ചുവേദനയെ ഉണ്ടാവണമെന്നില്ല. അപ്പം നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിലൊക്കെ പറയുന്നതനുസരിച്ച് പൊക്കിൾ മുതൽ നമ്മുടെ താടിയല് വരെയുള്ള ഏത് വേദനയും ഹൃദ്രേഖമായിട്ട് ബന്ധപ്പെടുത്തി വേണം നമുക്ക് ചിന്തിക്കാൻ. അപ്പോൾ അത് ഏതാണെന്ന് വേർതിരിച്ചറിയണമെങ്കിൽ നമ്മൾ സൂക്ഷ്മമായിട്ട് നോക്കണം. നമുക്ക് ECG എടുത്ത് നോക്കേണ്ടി വരും, പല ആവർത്തി എടുത്ത് നോക്കേണ്ടി വരും. ചിലപ്പോൾ ആദ്യത്തെ ECGയിൽ തന്നെ നമുക്ക് ലക്ഷണങ്ങൾ ഹാർട്ട് അറ്റാക്കിൻ്റെതാണെന്ന് ചിലപ്പോൾ പറയണമെന്ന് നിർബന്ധമില്ല. അല്ലെങ്കിൽ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് ചെയ്ത് നോക്കാം. നമ്മുടെ ഹാർട്ടിന് എന്തെങ്കിലും ഡാമേജ് പറ്റിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ട്രോപ്പോണിൻ എന്ന് പറഞ്ഞൊരു ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പോൾ ആ ടെസ്റ്റ് നമ്മൾ യൂഷ്വലി നമ്മുടെ വേദന ഉണ്ടായതിനു ശേഷം ഒരു 6 മണിക്കൂറിന് ശേഷം നമ്മൾ ടെസ്റ്റ് ചെയ്യാം. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് ഈ രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റും. പണ്ടത്തെ ആൾക്കാർ പറയും, ഡോക്ടർമാർ തൊട്ടു നോക്കി അസുഖമുണ്ടെന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നമുക്ക് തൊട്ടു നോക്കി മാത്രം ഒരു രോഗിക്ക് ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഈ രോഗത്തിൻ്റെ വ്യാപ്തിയും ആഴവും കൂടുതലാണ്. പല ആൾക്കാരിലും പല രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്. ചില ആൾക്കാർക്ക് നെഞ്ചുവേദനയാണെങ്കിൽ ചില ആൾക്കാർക്ക് ശ്വാസം മുട്ടാകാം, ചില ആൾക്കാർക്ക് നടക്കുമ്പോഴുള്ള കിതപ്പ്, അല്ലെങ്കിൽ ഒരു ഭാരം എടുക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, മിറ്റം അടിക്കുമ്പോഴുള്ള ബുദ്ധിമുട്ട്, ഇതെല്ലാം ഹൃദ്രോഗമായിട്ട് ബന്ധപ്പെടുത്തേണ്ടി തന്നെ വരും. ചില ആൾക്കാർക്ക് ഈ ഒരു ലക്ഷണങ്ങൾ ഒന്നും ഉണ്ടാവില്ല. നമ്മൾ സൈലന്റ് അറ്റാക്ക് എന്ന് പറയും. നമ്മൾ പത്രത്തിലൊക്കെ കണ്ടിട്ടുണ്ട്. നമ്മൾ രാത്രി ഭക്ഷണമൊക്കെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞ് നമ്മൾ കിടന്നു, പക്ഷേ രാവിലെ ആയപ്പോൾ ആള് മരിച്ചു കിടക്കും. കാരണം നമ്മളെപ്പോഴും ആശുപത്രിയിൽ പോകുന്നത് നമുക്ക് എപ്പോഴെങ്കിലും എന്തെങ്കിലും ലക്ഷണങ്ങളുള്ളപ്പോൾ, നമുക്ക് ഒരുമാതിരിപ്പെട്ട വേദനകൾ നമ്മൾ തന്നെ നമ്മുടെ പൊടിക്കൈകളും നമ്മളുടെ കാരണവന്മാർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ വീട്ടിൽ തന്നെ ചെയ്തു നോക്കും. ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് അതിനകത്ത് ഒരു റിലീഫ് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ എല്ലാവരും ആശുപത്രി പോവുക. നമുക്ക് ആർക്കും ആശുപത്രി പോകാൻ ഇഷ്ടമല്ല. പക്ഷേ ഇങ്ങനെയുള്ള ലക്ഷണങ്ങൾ വാർണിംഗ് സൈൻസ് ആണ്, നമ്മളത് ശ്രദ്ധിക്കാൻ തന്നെ വേണം. പിന്നെ ആശുപത്രി ചെന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ക്ഷമയോടെ കൂടി മറ്റുള്ള പനി, ചുമ, ജലദോഷം അസുഖങ്ങൾ പോലെ നമുക്ക് പെട്ടെന്ന് ഡോക്ടറെ കണ്ട് മരുന്ന് മേടിച്ച് വീട്ടിൽ പോകാൻ പറ്റുന്ന ഒരു അസുഖമല്ല ഹാർട്ട് അറ്റാക്ക്. അപ്പോൾ നമ്മൾ ക്ഷമയോടുകൂടി ചിലപ്പോൾ 2-3 മണിക്കൂർ അവിടെ സമയം ചെലവഴിക്കേണ്ടി വന്നേക്കാം. പല ആവർത്തി ECG എടുക്കാനും ബ്ലഡ് ടെസ്റ്റ് ചെയ്യാനും ഈ പറഞ്ഞ പോലെ എക്കോ ടെസ്റ്റ് ചെയ്യാനും ഇതിനൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. പിന്നീട് നമ്മൾ ഹാർട്ട് അറ്റാക്ക് ആണെന്ന് സ്ഥിരീകരിച്ചു കഴിഞ്ഞാൽ നമുക്ക് 2 രീതിയിൽ നമുക്കതിനെ മാനേജ് ചെയ്യാം. അതെങ്ങനെയെന്ന് വെച്ചാൽ നമ്മളെപ്പോഴും പറയുക ECGയിൽ വേരിയേഷൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതെന്താണെന്ന് നോക്കാൻ വേണ്ടി വന്നേക്കുന്നതാണെന്ന് പറയും. ECG വേരിയേഷൻ തന്നെ 2 തരത്തിലുണ്ട്. ആദ്യത്തെ ECG വേരിയേഷൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മളൊരു ആക്ഷൻ എടുക്കേണ്ട ECG വേരിയേഷൻ. അതായത് ഗൗരവമായിട്ടുള്ള ഹാർട്ട് അറ്റാക്കാണ്, ഉടനടി, അതായത് എത്രയും സമയത്തിനുള്ളിൽ നമ്മളൊരു ആക്ഷൻ എടുക്കണം. അങ്ങനെയുള്ള ECG ആണെങ്കിൽ, വേരിയേഷൻസ് ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ആക്ഷൻ എടുക്കണം. അപ്പോൾ അത് ഡോക്ടർമാർ പറയുന്നതനുസരിച്ച് നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് അവരായിട്ട് ഡിസ്കസ് ചെയ്ത് ആലോചിക്കണം. ഇനി രണ്ടാമത്തെ ECG വേരിയേഷൻ എന്ന് പറഞ്ഞാൽ ഹാർട്ട് അറ്റാക്ക് വന്നിട്ടുണ്ട്, പക്ഷെ നമുക്ക് ആലോചിക്കാൻ സമയമുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ നമുക്ക് ഏത് ആശുപത്രി വേണം, ഏത് ഡോക്ടർ വേണം, അതൊക്കെ ആലോചിക്കാൻ നമുക്ക് സമയമുണ്ട്. പിന്നെ വേറൊരു ECG വേരിയേഷനാണ് ഹൃദയത്തിൻ്റെ ഹാർട്ട് അറ്റാക്ക് സംഭവിച്ചിട്ടില്ല, പക്ഷെ ഹാർട്ടിൻ്റെ താളത്തിന് വ്യത്യാസം
പേഷ്യൻസ് നമുക്ക് ഉണ്ടാവും. അപ്പോൾ അത് ഏതാണ് എമർജൻസി ആയിട്ട് ടാക്കിൾ ചെയ്യേണ്ടത്, ഏതാണ് നമുക്ക് ആലോചിച്ച സമയം ഉള്ളത് എന്നുള്ളത് നമ്മൾ ചികിത്സിക്കുന്ന ഡോക്ടറായിട്ട് ഡിസ്കസ് ചെയ്ത് തീരുമാനം എടുക്കേണ്ട കാര്യങ്ങളാണ്. ഇനി ഒരു പ്രാവശ്യം ആൻജിയോപ്ലാസ്റ്റി ചെയ്തു അല്ലെങ്കിൽ ബൈപ്പാസ് ചെയ്തു, അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്? നമുക്ക് അറിയാം, ആൻജിയോപ്ലാസ്റ്റി എന്ന് പറഞ്ഞാൽ നമ്മളുടെ ബ്ലോക്ക്, ഹൃദയത്തിൻ്റെ രക്തധമനിയിലുള്ള ബ്ലോക്ക് മാറ്റിയിട്ട് നമ്മളൊരു മെഡിക്കേറ്റഡ് ആയിട്ടുള്ള സ്റ്റെൻറ്റ് വയ്ക്കുന്ന പ്രൊസീജിയറിനെയാണ് നമ്മൾ ആൻജിയോപ്ലാസ്റ്റി എന്ന് പറയുന്നത്. അപ്പോൾ ആൻജിയോപ്ലാസ്റ്റി ചെയ്യുമ്പോൾ ഈ ഒരു സ്റ്റെൻറ്റ് വയ്ക്കുമ്പോൾ ഇതൊരു ഫോറിൻ ബോഡിയാണ് നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ ശരീരത്തിനുള്ളിൽ നമ്മൾ പ്രോപ്പറായിട്ടുള്ള അതിന് മരുന്നെടുക്കുകയും അതിനുള്ള പ്രോപ്പർ ആഫ്റ്റർ കെയർ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അത് പിന്നെയും അറ്റാക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ അതിന് നമ്മൾ എന്ത് വേണം? നമുക്ക് ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന മരുന്നുകൾ കൃത്യമായിട്ട് കഴിക്കുക, കൃത്യമായിട്ട് ഫോളോ അപ്പ് ചെയ്യുക, ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ നിയന്ത്രിക്കുക, കൊഴുപ്പ് അല്ലെങ്കിൽ മറപ്പൊരി സാധനങ്ങൾ ഒഴിവാക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി നമ്മളിത് അസുഖം വന്നു, നമ്മൾ ട്രീറ്റ്മെൻറ്റ് കൊടുത്തു, ഇനി ആൻജിയോപ്ലാസ്റ്റി എല്ലാം ചെയ്തു, എന്നിട്ട് ചുരുക്കം ചില ആൾക്കാർ പഴയൊരു ജീവിതശൈലിയിലേക്ക് പോകും. ഉദാഹരണത്തിന് ശക്തമായ പുകവലിയുള്ള ആൾക്കാർ, എൻ്റെ ആൻജിയോപ്ലാസ്റ്റിയൊക്കെ ചെയ്ത് എൻ്റെ ഹാർട്ട് സുന്ദരമാക്കി, ഇനി എനിക്ക് 2 മാസം 3 മാസം വരെയൊക്കെ മരുന്ന് കഴിക്കും. അതിനുശേഷം ആളുടെ വേദനയെല്ലാം മാറിക്കഴിയുമ്പോൾ സ്വയമായിട്ട് മരുന്നുകൾ നിർത്തും, അല്ലെങ്കിൽ പഴയ ശീലങ്ങളിലേക്ക് തിരിച്ചു പോകും. ഉദാഹരണത്തിന് പുകവലി, മദ്യപാനം. അപ്പോൾ അങ്ങനെയുള്ള ആൾക്ക് അറ്റാക്കിൻ്റെ പുറമെ പിന്നെയും വേറൊരു അറ്റാക്ക് വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരു സ്മോക്കിംഗ് ചെയ്യുന്ന വ്യക്തിക്ക് സ്മോക്കിംഗ് ചെയ്യാത്ത വ്യക്തിയേക്കാളും 8 മടങ്ങ് ഹാർട്ട് അറ്റാക്ക് വരാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. പിന്നെ നമ്മൾ കണ്ടുവന്നിട്ടിരിക്കുന്നൊരു ഇതാണ്, നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു രോഗി വന്നതാണ്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ട് ഫോണിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പോൾ സംസാരിക്കുന്നതിൻ്റെ ഇടയിൽ ഇച്ചിരി ഇമോഷണലായി, കുറച്ച് വിഷമിക്കേണ്ട കാര്യങ്ങളുണ്ടായിരുന്നു, കുറച്ച് നേരം അധികം സംസാരിച്ചു. അതിനുശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് നെഞ്ചിലൊരു വിഷമം തോന്നി, വേദന തോന്നിയില്ല. പലരും പറയും ഗ്യാസിൻ്റെ ബുദ്ധിമുട്ടെന്ന് പറയും, അല്ലെങ്കിൽ എല്ലാവർക്കും വരുന്ന പോലെ വേദനയായിട്ട് തോന്നിയില്ല. പക്ഷേ ഇദ്ദേഹത്തിന് തോന്നിയത് നെഞ്ചിൻ്റെ അകത്ത് ഒരു ബലൂൺ വെച്ചിരിക്കുന്ന പോലത്തെ ഒരു ബുദ്ധിമുട്ട്, ഒരു ബലൂൺ വീർപ്പിച്ച് വെച്ചിരിക്കുമ്പോൾ നെഞ്ചിൻ്റെ അകത്ത് എന്താണോ ആ അവസ്ഥ. ഉടനടി ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നു, ECG എടുത്ത് നോക്കി, ഹാർട്ട് അറ്റാക്കാണ്. അപ്പോൾ ഇങ്ങനെയും ആൾക്കാർ പ്രസൻറ്റ് ചെയ്യപ്പെടാം. അപ്പോൾ ഇതെല്ലാം നമ്മളുടെ മനസ്സിൽ ഉണ്ടാകണം. നമ്മളെല്ലാവരും ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ രോഗികളാവുന്നതോടൊപ്പം തന്നെ നമ്മൾ കൊണ്ടുപോകുന്ന രോഗികളെയും അത് പ്രോപ്പറായിട്ട് തീരുമാനം എടുക്കാൻ കൂടിയിരിപ്പുകാർക്കും കൂടി റെസ്പോൺസിബിലിറ്റി ഉണ്ട്. നമ്മൾ കൊണ്ടുപോകുന്ന രോഗീനെ കൃത്യസമയത്ത് ആശുപത്രിയിൽ എത്തിക്കുക, അവർക്ക് വേണ്ട ഡോക്ടർമാർ അനുവദിച്ചിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത് ബൈസ്റ്റാൻഡേഴ്സുമാരുടെയും ഒരു ഉത്തരവാദിത്വമാണ്. അത് നമ്മൾ ശ്രദ്ധിക്കാതെ വരുമ്പോൾ ആ ഒരു ട്രീറ്റ്മെൻറ്റ് പ്രോസസ്സിങ്ങിന് ഡിലേ വരെയും അത് സാരമായിട്ട് രോഗിയുടെ ആരോഗ്യത്തെ ബാധിക്കുകയും സാധ്യതയുണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പള്ളിപ്പുറം മഞ്ഞുമാത ബസിലിക്കയിൽ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ഒരു മെഡിക്കൽ ക്യാമ്പ് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. പറവൂർ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലുമായി കൊളാബറേറ്റ് ചെയ്താണ് അവിടുത്തെ മെഡിക്കൽ ടീമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. 3 ഡിപ്പാർട്ട്മെൻറ്റ്സാണ് ഇവിടെ അവർ കൈകാര്യം ചെയ്യുക: കാർഡിയോളജി, ENT, ജനറൽ മെഡിസിൻസ്. കാർഡിയോളജിയിൽ പുതുതായി ജോയിൻ ചെയ്ത ഡോക്ടർ അടക്കം 2 ഡോക്ടേഴ്സാണുള്ളത്. ഏകദേശം 400 പേഷ്യൻസ് ഉച്ചവരെയുള്ള സമയത്ത് അവരെ പരിശോധിക്കുകയും ആവശ്യമെങ്കിൽ മെഡിസിൻ കൊടുക്കുകയും മറ്റ് മേൽനടപടിയിലേക്ക് അവരെ നയിക്കുകയും ചെയ്യും. ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൻ്റെ അകമഴിഞ്ഞ സേവനമാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുക. ഏകദേശം 40ഓളം ഡോക്ടേഴ്സ് അടക്കം സ്റ്റാഫ് അംഗങ്ങൾ ഇവിടെയുണ്ട്. അവർ ഇന്നലെ വന്ന് എല്ലാം പ്രിപ്പയർ ചെയ്തു. ഇന്ന് കൃത്യം 10 മണിക്ക് തന്നെ നമ്മുടെ മെഡിക്കൽ ക്യാമ്പ് ആരംഭിക്കുകയും ചെയ്തു. ഒത്തിരിയധികം വ്യക്തികളാണ് പരിശോധനയ്ക്കായി ഇവിടെ വരുന്നത്. പിന്നീട് ഇതിൻ്റെ ഫോളോ അപ്പായി
അവർ നമുക്ക് നൽകുന്ന സേവനം ഏതെങ്കിലും അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ അവിടെ ഈ ക്യാമ്പ് വഴിയായിട്ട് ചെല്ലുന്ന വ്യക്തികൾക്ക് പ്രത്യേകമായ ആനുകൂല്യങ്ങളും ഒക്കെ ഡോൺ ബോസ്കോ ഹോസ്പിറ്റലിൽ നമുക്ക് ലഭിക്കാവുന്നതാണ്. ആൻജിയോഗ്രാം പോലെയുള്ള ചികിത്സയ്ക്ക് വളരെ കുറഞ്ഞ നിരക്കിൽ ഈ ക്യാമ്പ് വഴിയായി ചെല്ലുന്നവർക്ക് അവർ സൗജന്യം ഒരുക്കി കൊടുക്കുന്നതാണ്. ഇവിടെ ഈ ക്യാമ്പിൽ ലാബ് ടെസ്റ്റും മെഡിസിനും കൊടുക്കുന്നുണ്ട് ഡിസ്കൗണ്ടഡ് റേറ്റിൽ. അപ്പോൾ തീർച്ചയായും ഇത് വലിയൊരു സംരംഭമായിട്ട് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ബഹുമാനപ്പെട്ട സി വിശ്വംഭരൻ സാറാണ് മുൻപം CI ഇത് ഉദ്ഘാടനം ചെയ്തത്. അതോടൊപ്പം തന്നെ ആശംസകൾ നേരുവാനായിട്ട് ശ്രീമതി രമണി അജയൻ ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ഇവിടെ സന്നിഹിതയാണ്. അതോടൊപ്പം തന്നെ ഒത്തിരിയധികം വ്യക്തികൾ, ഇടവക ജനങ്ങൾ തുടങ്ങി എല്ലാവരും തന്നെ ഇവിടെ സന്നിഹിതരാണ്. തീർച്ചയായും ഈ ക്യാമ്പ് ഒരു വൻ വിജയമായി തീർന്നിരിക്കുകയാണ്. നമ്മൾക്ക് ഒത്തൊരുമയോടുകൂടി നമ്മുടെ ജനങ്ങളുടെ ആരോഗ്യ പ്രശ്നങ്ങളെ കൂടുതൽ പരിഗണിച്ചുകൊണ്ട് അവരെ നല്ല രീതിയിൽ നയിക്കുവാൻ സർവേശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. ഈ ചാനൽ ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.